ഹായ് ഗൈസ്, നമ്മൾ വി ആർ ഗോയിങ് ടു ഗോവ. നമ്മളിപ്പോൾ ചേർത്തലയിലാണ്. നമ്മൾ ചേർത്തല ടു മഡ് ഗോവ പോകാൻ പോവാണ്. മഡ് ഗോവ ടു സൗത്ത് ഗോവ. മഡ് ഗോവ ടു സൗത്ത് ഗോവ. ഇതാണ് നമ്മുടെ സീറ്റ്. ഇത് രണ്ടെണ്ണം 6, 7, 8. ഇത് രണ്ടുമാണ് നമ്മുടെ സൈഡ് ലോറും സൈഡ് അപ്പുറം. ഇത് രണ്ടും നമ്മുടെ സീറ്റ്. ഇത് സ്ലീപ്പർ ക്ലാസ് ആട്ടോ, പക്ഷെ ഭയങ്കര ഫുൾ ആൾക്കാരൊക്കെ ഫുള്ള്. സോ സീറ്റ് റിവ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ റിവ്യൂ ചെയ്യാനൊന്നുമില്ല. സീറ്റ് റിവ്യൂ പറഞ്ഞാണ്. സീറ്റ് എങ്ങനെയുണ്ട്? സീറ്റ് എങ്ങനെയുണ്ട്? പിന്നെ സ്ലീപ്പറിന് ഈ സ്ലീപ്പർ ക്ലാസിന്റെ AC സീറ്റ് കിട്ടുക. AC എടുക്കണോടാ. ഒന്നും ഇല്ല സീറ്റിന്റെ ഇവിടെ. അത് തൂക്കാനായിട്ട് എന്തോ ഉണ്ട്. വെള്ളം വെക്കാനുള്ളൊരു ഇതുപോലില്ല. വെള്ളം വെക്കാൻ ഞങ്ങളുടെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രെയിനിൽ കയറിയിട്ട് പെമ്പിളിലുണ്ടാവുന്ന പ്ലാൻ. പക്ഷേ പോകുന്നത് ഇതാണ് അവസ്ഥ. ഇതെന്തോ കുടുംബശ്രീയുടെ വണ്ടിയാണെന്ന് തോന്നുന്നത്. ട്രെയിനിലെ സീറ്റ് റിവ്യൂ കണ്ടില്ല. ഇനി ബാത്റൂം റിവ്യൂ. പക്ഷെ ബാത്റൂം റിവ്യൂ ചെയ്യാനുള്ളൊരു മനസ്സുണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് കാണിച്ചു തരാം. അങ്ങനെ ഗൈസ്, എൻ്റെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞ ഈ ട്രിപ്പിലെ ഒരു ഒബ്ജക്റ്റീവ്, എൻ്റെ 10 സബ്സ്ക്രൈബേഴ്സുള്ള ഒരു യൂട്യൂബ് ചാനലുണ്ട്. അതില് 3 റാൻഡം സ്ട്രേഞ്ചേഴ്സിനെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ഒബ്ജക്റ്റീവ്. സെക്കൻഡ് ഫസ്റ്റ്. മുണങ്ങ റിവ്യൂ പറയടാ. ട്രെയിനിലെ പഴം വരി എന്നത്തെ ഇത് മുണങ്ങ്. ഓ വിശന്നിട്ടാ മലയാളി. ഗൈസ്, നമ്മളിപ്പോ ഷൊർണൂർ എത്തി. സമയം 3:15. എന്നിട്ട് കഴിച്ചോ? നോക്കട്ടെ. കള്ളൻ ഒരു വീരൻ തന്നെയല്ലേ ഇവൻ. ഇപ്പൊ ഇവിടെ ഷൊർണൂർ വണ്ടി ഒരു 30 മിനിറ്റ് പിടിച്ചിടുന്നുണ്ട്. എന്തോ ക്രോസിങ്ങിന് വേണ്ടിയിട്ട്. ഞാൻ പണ്ട് തൊട്ട് ഒരു ഇൻട്രോട്ടായിരുന്നു. അതുകൊണ്ട് എങ്ങനെ ഈ പരിപാടി കംപ്ലീറ്റ് ആക്കുവാൻ ഞാൻ ആലോചിച്ചിരിക്കുന്നത്. ടെൻഷൻ. അപ്പതേ ഒരുത്തം കൂടെ സുഖമായിട്ട് ഇറങ്ങണം. ഓ എന്താ സുഖം. സ്ലീപ്പർ ട്രെയിനിലെ തിരക്കൊക്കെ. ഹായ് ഗൈസ്, അങ്ങനെ ഫസ്റ്റ് നമ്മുടെ ട്രിപ്പിലെ ഫസ്റ്റ് ഫ്രണ്ടിനെ കിട്ടിയിരിക്കുകയാണ്. ഫസ്റ്റ് അല്ല, നമുക്ക് വേറെ 2 ചേച്ചിവരെ ഫ്രണ്ട്സ് കിട്ടിയായിരുന്നു. നമുക്ക് വേറെ ഫസ്റ്റ് ഫ്രണ്ട് നമ്മളെ ഫ്രണ്ട്. ഹായ് ഗൈസ്, മീറ്റ് പപ്പു ബൈ, നമ്മുടെ ട്രെയിനിൽ നിന്നുള്ള ഫസ്റ്റ് സബ്സ്ക്രൈബർ. അങ്ങനെ നമ്മൾ റാൻഡമായിട്ട് 3 സബ്സ്ക്രൈബേഴ്സിനെ നോക്കി അടക്കുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഭയ്യ പറഞ്ഞ് ബ്രോ ഞാൻ കരൂങ്കാന്ന് പറഞ്ഞ ആള് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബേഴ്സിന്റെ ടാർഗറ്റ് ഇവരാണ്. ഗൈസ്, ആഫ്റ്റർ ദാറ്റ് ട്രെയിൻ റൈഡ് വാസ് ഫൺ. ഈ ചേച്ചിമാരൊക്കെ ആയിട്ട് നമ്മൾ ഭയങ്കര കമ്പനിയായി. നമ്മൾ നേരത്തെ പറഞ്ഞില്ലായിരുന്നു ഈ ബോഗി ഫുള്ള് ഇവരുടെ ആൾക്കാരാണ്. എല്ലാവരും എന്തോ ഗ്രൂപ്പിന്റെ എന്തോ ആൾക്കാരാണ്. അപ്പൊ അവരെല്ലാരും കൂടെ മൂകാംബിക്ക് പോയിക്കൊണ്ടിരിക്കുക. നമ്മള് ട്രെയിനിൽ നിന്ന് ഫുഡൊന്നും മേടിക്കാൻ നിന്നില്ല. സ്വിഗ്ഗി ഓർഡർ ചെയ്തു. ബിരിയാണി കോഴിക്കോടുന്നല്ല, കണ്ണൂരിൽ നിന്ന് ബിരിയാണി ഓർഡർ ചെയ്തു. സാലഡും അച്ചാറും ഒന്നുമില്ല. അച്ചാറും ഇല്ല. ഇവിടുന്ന് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തു. 2 ഹാഫ് ചിക്കൻ ബിരിയാണി 270 റുപ്പീസ്. നമ്മൾ പറഞ്ഞ പോലെ നെക്സ്റ്റ് സെറ്റ് ഓഫ് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിയിട്ടുണ്ട്. ചേച്ചിമാർ ഉറങ്ങുന്നതിന് മുന്നേ അവരോട് കാര്യമൊക്കെ പറഞ്ഞ് ഫോം മേടിച്ച് ഞാൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ച്. എന്തിനാ വെറുതെ അവരെ ബുദ്ധിമുട്ടിക്കണേ.
അങ്ങനെ ഒബ്ജക്റ്റീവ് 1 കംപ്ലീറ്റ്. അപ്പോൾ ഇനി നമ്മൾ 3 സബ്സ്ക്രൈബേഴ്സിന് ആഡ് ചെയ്ത് 10 എന്നുള്ളത് 13 പപ്പു ബായിനോട് ടാറ്റയും പറഞ്ഞ് നമ്മൾ പുറത്തോട്ടിറങ്ങി. സ്റ്റേഷൻ്റെ പുറത്ത് തന്നെ ഈ ബൈക്ക് റെൻറ്റും കാർ റെൻറ്റുള്ള ആൾക്കാരുണ്ടാവും, ഏജൻസ് ഉണ്ടാവും. അപ്പോൾ അവരോട് തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് സംസാരിക്കാം. ബൈക്ക് ഒരു 500-600 റേഞ്ചിൽ കിട്ടും. ഹായ് ഗൈസ്, നമ്മുടെ ബാക്കിയുള്ളവരെ കളഞ്ഞു കിട്ടിയിരിക്കുകയാണ്. എടാ ഹായ് പറയണ. ഈ ശിവന്മാർ 4 പേരും ബാംഗ്ലൂരിൽ നിന്നാണ് വരുന്നത്. ബാംഗ്ലൂർ ടു മഡ്ഗാവൺ. ഞാനും സാധനം ചേർത്തല ടു മഡ്ഗാവൺ. ഞങ്ങൾ ടോട്ടൽ 6 പേര്. ഇനി എന്താ പരിപാടി? ഇത് ഒരു ബായിനെ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. അയോധ്യ റെസ്റ്റോറൻറ്റ്. ഗൈസ് മസാല ദോശയായിരുന്നു. ഒരു ഗുണമില്ല. ഇവിടെ 130 രൂപ ഒരു പന്ന മസാല ദോശ. ചായ കുടിച്ച് നോക്കില്ല, ചായ കുടിച്ച് നോക്കട്ടെ. സാധനം ഇഷ്ടമായടാ? രണ്ടാമത്തെ ദോശ. ആ ഡോലുവിന് ഇഷ്ടമായടാ? ഇല്ല. ഇയാളോടും ചോദിക്കണ്ടേ? ടേസ്റ്റ് ചായ ഉള്ള അവിടെ മിലൻ ചെയ്യാം. ഹായ് ഗൈസ്, നമ്മുടെ ട്രിപ്പ് തുടങ്ങിയപ്പോൾ തന്നെ വണ്ടിക്ക് പണി കിട്ടി. ഇവനെ കണ്ടതേ ഉള്ളൂ. ഈ NS ഇത് രണ്ടും നമുക്ക് 3 വണ്ടി ഉണ്ട് ഇവിടെ. ഇത് റെൻ്റ് എടുത്തല്ലേ, കൂട്ടുകാരുടെ വണ്ടിയാണ്. ഈ NS സ്റ്റാർട്ട് ആവുന്നില്ല, സ്റ്റാർട്ടിങ് ട്രബിൾ, ഓവർഫ്ലോ ആയി. നമുക്കപ്പോൾ ഇവിടെ ഷാൻ ഗരാജിൽ വന്നിരിക്കണം. നമ്മൾ കുറേ 6 പേരാണ്. നമ്മൾ കുറേ നേരമായിട്ട് ഒരുത്തനെ കാണുന്നില്ല. അവൻ്റെ രാവിലെ എവിടെ പോയിട്ട് വരികയാണ്. എവിടെ പോയിട്ട് വരികയാണോ നീ? കൂറാൻ പോയല്ലേ നീ? അവന്റെ സ്റ്റൈലൊക്കെ വിയർത്തിരിക്കുന്നത്. നമ്മളെവിടെ പോലും പരിപാടി ഇതൊക്കെ തന്നെ. വണ്ടി നമ്മളും ഓടിച്ചോണ്ടെന്ന് വണ്ടി അഴിച്ച് രാവിലെ ഫുഡ് കഴിച്ച് ഒരു 8-8:30 ആയപ്പോൾ വണ്ടി വർക്ക്ഷോപ്പിൽ കയറ്റിയതാണ്. ഒരു മിസ്സിംഗ് ആയിട്ട് വർക്ക്ഷോപ്പിൽ കയറ്റിയത്. ഇവന്മാര് പണിത് വണ്ടിയുടെ എഞ്ചിൻ മാത്രമേ അഴിക്കാനുള്ളൂ. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാർ 2 പേരും ചേട്ടനായും വരിയിരുന്ന് പണിയുന്നവന്മാർ. ഇവന്മാർക്കാണ് ഒരുത്തിന് ചെവിയും കേൾക്കാൻ പാടില്ല, ഒരുത്തിന് സംസാരിക്കാനും പാടില്ല. ഇവന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും വഴക്കും. നമുക്കൊന്ന് കാര്യം പറഞ്ഞ് വണ്ടി എടുത്തുകൊണ്ട് പോകാൻ പോലും ഇവന്മാർ സമ്മതിക്കുന്നില്ല. സമയം 11 മണി. 2 മണിക്കൂറായി നമ്മൾ വർക്ക്ഷോപ്പിൽ വന്നിട്ട്. ഗോവ ഇതുവരെ ലാസ്റ്റ് നമ്മൾ ആ വണ്ടി അവിടെ വെച്ചിട്ട് വേറെ ഒരു വണ്ടി റെന്റിന് എടുത്തു. എന്നിട്ട് നമ്മൾ അതിലിങ്ങോട്ട് പോകുന്നില്ലെങ്കിൽ ശരിയാവില്ല, ടൈം റെഡി ആവില്ല. ഉച്ചയായിട്ട് നമ്മൾ അവിടെ തന്നെ ഇരിക്കുക. അങ്ങനെ ഒരുപാട് നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാന്നിരിക്കുകയാണ്. സമയം ഇപ്പോൾ 3 മണിയാകാൻ പോകണം. 2:30 കഴിഞ്ഞു. ഇത് സൗത്ത് ഗോവ പോണ വഴിയാണ്. നമ്മൾ മഡ്ഗോവിൽ സൗത്ത് ഗോവ പോണ വഴി പാഡി റെസ്റ്റോറൻറ്റ് പറഞ്ഞൊരു ഹൈവേ നിന്ന് മാറിയ റെസ്റ്റോറൻറ്റ്. അത്യാവശ്യം ഒരു ഹോം റെസ്റ്റോറൻറ്റ്. ഒരു വീടപ്പുറത്ത് തന്നെ. ഇത് ഉറാക്കാണ്, ഗോവൻ വാറ്റ്. ഫെനി ഡിസ്റ്റിൽ ചെയ്യുന്നതിന് മുമ്പുള്ള സാധനം. ഇത് നമ്മൾ ലിംകയും ഉപ്പും മുളക് ഇട്ട് കോക്ടെയിൽ പോലെ ആക്കും. എന്നിട്ട് കരിക്കടിക്കും, സാധനം അടിക്കും. ഞാൻ അടിക്കത്തില്ല. മദ്യപാനം കാര്യം പറഞ്ഞത് നിങ്ങൾ മദ്യപാനം ആരോഗ്യത്തിന്. അവൻ്റെ സന്തോഷം ഉറാക്കി മിക്സ് ചെയ്യുന്നത്. ഇത് റൂമിൽ ചെറിയ പഠിച്ചു തുടങ്ങട്ടെ. ഇവിടെ റാക്കെന്ന് പറഞ്ഞാൽ സോഡ കൊടുക്കാനത് സാധനമൊക്കെ നമ്മൾ അടിക്കുന്ന കാര്യം കൊള്ളാമോ? ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഹായ് ഗൈസ്, നമ്മൾ ഗോവയിൽ വന്നിട്ട് അപ്പോൾ ഫിഷ് താലി ആയിരിക്കും. ഇത് കിങ് ഫിഷ് താലിയ, ഇത് ക്രാബ് നോർമൽ താലി, ഫിഷ് താലി, പിന്നെ മട്ടൻ ബിരിയാണി. അത് കറി ഉണ്ടാകും.
ചിക്കൻ മസാല, പൊറോട്ട, മട്ടൻ ബിരിയാണി കഴിച്ചിട്ട് ഇത് പറയാം, അപ്ഡേറ്റ് പറയാം. ഗൈസ് ഫുഡൊക്കെ കഴിഞ്ഞു. അത് നിങ്ങളുടെ അവിടെ ഊള കൊച്ചിയിൽ ഇവിടെ നല്ല ഫുഡായിരുന്നു, ഡോല് കൊള്ളാമായിരുന്നു, കിട്ടുന്ന ഫുഡായിരുന്നു. മീൽസ് കൊള്ളായിരുന്നു. മീൽസ് അടിപൊളിയായിരുന്നു. ഇവിടെ നിങ്ങളുടെ മട്ടൻ ബിരിയാണി, ചപ്പാത്തി, പൊറോട്ട കൊള്ളത്തില്ല. പൊറോട്ട പാക്കറ്റ് പൊറോട്ട മീൽസ് കൊള്ളായിരുന്നു കേട്ടോ. ഈ ഫിഷ് താലി കൊള്ളായിരുന്നു, ബാക്കിയൊക്കെ ഓക്കെ. ഗൈസ് ഫുഡെല്ലാം കൂടെ കഴിച്ചിട്ട് എത്ര രൂപ? ഇത് മനസ്സിൽ കൂട്ടലായിരുന്നല്ല, 1755. പക്ഷേ ഇത് നല്ല ഫുഡായിരുന്നു കേട്ടോ, അതിന് പുറത്തായിരുന്നു. ഗൈസ് നമ്മൾ സ്റ്റേയിലെത്തി. നമ്മൾ നിൽക്കുന്ന എയർബിഎൻബി വഴി ബുക്ക് ചെയ്ത്. ഇതൊരു അപ്പാർട്ട്മെൻറ്റാണ്, 2 BHK അപ്പാർട്ട്മെൻറ്റാണ്. എയർബിഎൻബി വഴി ലൈക്ക് നല്ല അപ്പാർട്ട്മെൻറ്റ്. ഹോം ടൂർ ഇപ്പോൾ കയറി വരുമ്പോൾ ഒരു ഹോള്, സോഫ, TV, ഇത് വൈഫൈ ഉണ്ട്, കിച്ചണിലുണ്ട്, ഒരു ഡൈനിങ് ഏരിയ ഉണ്ട്, പിന്നെ വാട്ടർ ഫിൽറ്റർ, ഫ്രിഡ്ജ്, 2 ബാൽക്കണി ഉണ്ട്. 2 ബാൽക്കണി ഉണ്ട്. ഒരു ബാൽക്കണി ഇത്, ഇന്നത്തെ ഇവിടെ കിടക്കുന്ന ഒരു ബാൽക്കണി ഇത്. നമുക്ക് ഫസ്റ്റ് ബെഡ്റൂം കാണാം. ഫസ്റ്റ് റൂം ഇതാണ്. ഹായ് ഗൈസ്, മാൻഡേറ്ററി ബെഡ് ടെസ്റ്റ്. ഗൈസ് ഇനി ബാത്റൂം കാണിച്ചു തരാം. ഇത് അറ്റാച്ച്ഡ് അല്ല, ഇത് ഒരു കോമൺ ടോയ്ലറ്റാണ്. കൊള്ളാം. ബിസ്ക്കറ്റ് ഇടുന്നു. പിന്നെ ഒരു വാർഡ്രോബ് ഉണ്ട്. ഇതൊന്നുമില്ല. രണ്ടാമത്തെ ബെഡ്റൂം. ഇതെന്താ ഇങ്ങനെ നടക്കുന്ന? ഇത് രണ്ടാമത്തെ ബെഡ്റൂം. ഇതും ഇത് തന്നെ. ഓ, ഇവിടെ അറ്റാച്ച്ഡ് ബാത്റൂമാണ്. ഞാൻ താളുണ്ട്. ഇതിൽ ബാൽക്കണി ഉണ്ട് നമുക്ക്. ഇതെല്ലാം നമുക്ക് 2 ദിവസത്തേക്ക് 6 പേർക്ക് കിട്ടിയിരിക്കുന്നത് 5000 റുപ്പീസിന്. 5000 റുപ്പീസിന്. ഇത് പക്ഷേ പുതിയ ഫ്ലാറ്റ് ആട്ടോ. പുതിയ ഫ്ലാറ്റ് ഒരുപാടായിട്ടില്ല ഇത് തുടങ്ങിയിട്ട്. സോ നല്ല ഫ്ലാറ്റ്. ആർക്കെങ്കിലും ഫ്ലാറ്റിൻ്റെ ലിങ്ക് വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഷെയർ ചെയ്യാം. ഗൈസ് റൂമിലെത്തി. നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് ഒന്ന് ഫ്രഷായി വെയിലൊക്കെ മാറിയിട്ടൊന്നും ബീച്ചിലോട്ട് പോകാനുള്ള പ്ലാനിലാണ് നമ്മളിരിക്കുന്നത്. ഗൈസ് ഗോവ ഓൾമോസ്റ്റ് നമ്മുടെ കേരളം പോലെയൊക്കെ തന്നെ ഇരിക്കുന്നു. വലിയ വ്യത്യാസമൊന്നുമില്ല. വ്യത്യാസം ഉള്ളതെന്ന് പറഞ്ഞാൽ കുറേ പശുക്കൾ കൂടുതലുണ്ട് ഇവിടെ റോഡിലൊക്കെ. അല്ലാണ്ട് വേറെ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇത് നമ്മളിപ്പം പട്ടണം ബീച്ച് ഞാൻ ബീച്ച് വന്നിരിക്കുകയാണ്. ഇതുണ്ടോ ഇതിൻ്റെ ഇടയ്ക്ക് മലയാ, ഐലൻഡോ അതൊക്കെ ഉണ്ട്. പക്ഷെ ആള് ഭയങ്കര കുറവാട്ടോ. കാം ബീച്ച്. ഗൈസ് 20 വയസ്സിൽ ഗോവയിലോട്ടൊന്ന് ഞങ്ങളാ പ്ലാൻ ചെയ്തിട്ട് ലേറ്റായി പോയി. അതിൻ്റെ കാണുന്നതൊക്കെ വേറെ പ്രശ്നമൊന്നുമില്ല. 20 വയസ്സിൽ എത്തിയിരുന്നതിൽ വേറെ എന്തെങ്കിലും കാണാമായിരുന്നു. ഗൈസ് ആ ബീച്ചിൽ അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് ആരെയും കാണാനും ഇല്ലാത്തതുകൊണ്ടൊക്കെ ഞങ്ങൾ വേറെ ബീച്ചിലോട്ട് പോയി. പാലോലം ബീച്ച്. നമ്മൾ നേരത്തെ പോയിൻ്റെ തൊട്ടടുത്ത് തന്നെ. ഗൈസ് സൗത്ത് ഗോവ അങ്ങനെ കമ്പയർ ടു നോർത്ത് ഗോവ ഒരുപാട് അങ്ങനെ ക്രൗഡോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു കൂടുതൽ ഓഫ് ബീറ്റ് ബീച്ചസാണ് ഉള്ള. അങ്ങനെ ഒരുപാട് ക്രൗഡോ കാര്യങ്ങളോ ഹാപ്പനിങ് ഒന്നും ഇല്ല. ഇതുള്ള ഇതിൽ ഇച്ചിരി തിരക്കുള്ളതും എന്തെങ്കിലും ആക്ടിവിറ്റീസും ഹാപ്പനിങ് ആയിട്ടുള്ള ബീച്ച് ഇതാ പാലോലം ബീച്ച്.
ഗൈസ് നമ്മൾ പാലോലത്ത് വന്നിട്ട് നമ്മള് കയാക്കിങ് ചെയ്യാൻ പോണ്. ഇതണ്ട ഗൈസ്, ഇതണ്ട കടൽ ഇവിടെ, പക്ഷെ സൺ സെറ്റ് ചെയ്യുന്നത് കടലിലല്ല, മലയില്. ഇതണ്ട ഇത്രയും കടലുണ്ട്, സൺ സെറ്റ് ചെയ്യുന്നത് ഇവിടെ. അതെന്താ ടീക്കെ കഴി പിടിച്ച ഗൈസ്. നമ്മളെ കയാക്കിങ്ങിന് പോയി. ഇപ്പൊ പാലോലം ബീച്ചിൽ വന്നിട്ട് നമുക്ക് പെർ ഹെഡ് 250 കയാക്കിങ്ങിന് കിട്ടി. നമുക്ക് 2 പേർക്ക് ഒരു കയാക്കിലിരിക്കാം. 2 മണിക്കൂറത്തേക്ക് ഉണ്ടാവും. നമുക്കിത് ആ ഐലൻഡ് വരെ, അല്ലല്ല ഈ ഐലൻഡ് വരെ നമുക്ക് പോകാൻ പറ്റും. എല്ലാവർക്കും തുഴയാൻ അറിയാവുന്ന, ആർക്കൊക്കെ നീന്താ അറിയാം? നിനക്കറിയാം, നിനക്ക് നീന്താ അറിയാം? നീന്താ അറിയാം? എനിക്ക് എന്താ അറിയാം. भाई किधर तक जाएगा काइट पे? ये नियर बाय आइलैंड है ना, हाँ हाँ वो देखो सामने वाले हाँ, मंकी आइलैंड मतलब उधर तक जाके आने को मिलेगा. ഇതൊക്കെ നമ്മുടെ വ്ളോഗിലെ സെക്കൻഡ് ഒബ്ജക്റ്റീവ് കിട്ടി. നമ്മളിപ്പോൾ കയാക്കിന് പോവാം. നമ്മൾ 3 ടീമായിട്ടാണ് പോണത്. ഞാനും കരിക്കും, സാജനും അയ്യോ. നമ്മുടെ സെക്കൻഡ് ഒബ്ജക്റ്റീവ് ഓഫ് ദി വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കയാക്കിൽ ഇവിടെ ഐലൻഡിൽ ഫസ്റ്റ് ആരെത്തുന്നു അവരായിരിക്കും ജയിക്കുന്നത്. സെക്കൻഡ് ഒബ്ജക്റ്റീവ് കരിക്കും കൂടെ കയാക്കിയാൻ പോവാണ്. അറിയാമോ എങ്ങനെ തൊഴലെന്ന്? എന്താവും എന്നൊന്നും അറിയത്തില്ല. പോയിട്ട് വരാം. ഹായ് ഗൈസ്, നമ്മളിപ്പോ കടലിന്റെ നടുക്കാണ്. ഓ നൈസ്. നമുക്ക് എടാ ഐലൻഡ് അങ്ങോട്ട് പോവാം. എനിക്ക് ഫോണാണ് വെക്കട്ടെ. ഗൈസ് നൈസ് കേട്ടോ. ആദ്യമായിട്ടാ കടലില് കയാക്ക് ചെയ്യുന്ന സൺസെറ്റില്. ഹായ് ഗൈസ്, ഒബ്ജക്റ്റീവില് നമ്മൾ തന്നെ ജയിക്കും കേട്ടോ. ഇവന്മാരെ പൊടി പോലും കാണുന്നില്ല. നമ്മളങ്ങ് എത്തി. നമ്മളിത് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തയാ കണ്ടോ, അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തയാ. നമ്മൾ ഇവിടം വരെ എത്തി. ഈ ഐലൻഡിലോട്ട് ആരും കയറുന്നില്ല, നമുക്ക് കയറാം. ഫസ്റ്റ് ടൈം കടലില് സ്കേറ്റിംഗ് അല്ലടാ, കയാക്കിങ്. അപ്പൊ സെക്കൻഡ് ഒബ്ജക്റ്റീവ് നമ്മൾ കംപ്ലീറ്റഡ്. കയാക്കിങ് ചെയ്ത് സൺസെറ്റും കണ്ട് ഈ ബീച്ചിൽ തന്നെയുള്ള ഷാക്കിലിരുന്ന് നമ്മൾ ഡിന്നറൊക്കെ കഴിച്ചിട്ട് അങ്ങനെ ഗോവയിലെ ഫസ്റ്റ് ഡേ കംപ്ലീറ്റ് ചെയ്തു.